വള്ളി പ്രസവിച്ചെങ്കിലും മാടമ്പിയുടെ വീട്ടിൽ വളരാനാണ് ആ കുഞ്ഞിന്റെ യോഗം. ഇല്ല വെള്ളച്ചിയമ്മേ, കുഞ്ഞ് അധിക നാൾ അവിടെ കഴിയുന്നത് അപകടമാണ്. എന്റെ കുഞ്ഞാണെന്നറിഞ്ഞാൽ മാടമ്പി അന്ന് അവനെ കൊല്ലും. അണ്ണാ, കുഞ്ഞിനെയും കൊണ്ട് തന്നേരെ, ഞാൻ പൊന്നുപോലെ വളർത്തിക്കോളാം. വരട്ടെ. അവന്റെ ജീവൻ രക്ഷിച്ചത് സുഭദ്രയാണ്. അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ ഉടനെ അറിയിക്കും. അപ്പോഴവനെ കൊണ്ടുവരാം. എന്താ മാനെ, എന്ത് വേണം? നിങ്ങൾ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു? അത് ഠാണാവിൽ ചെന്നിട്ട് പറയാം. പോരാ, കുറ്റം എന്താണെന്ന് ഇവിടെ വെച്ച് തന്നെ പറയണം. നിങ്ങൾ മാടമ്പിയുടെ വീട് തീവയ്ക്കാനും കൊള്ളയടിക്കാനും ശ്രമിച്ചില്ലേ? ഞങ്ങളുടെ വീടാണ് അയാൾ തീവെച്ചത്. എന്റെ സഹോദരി അയാൾ കൊല്ലുകയും ചെയ്തു. ജംബിലിംഗം, ഞാൻ നിയമം നടത്താൻ വന്നിരിക്കുന്ന പോലീസ് അധികാരിയാണ്. എന്നെ അനുസരിക്കുന്നതാണ് നല്ലത്. വിലങ്ങ് വയ്ക്കൂ. എന്തായത്? മാടമ്പിയുടെ വീട് തീ വെക്കാൻ പോയി യമൻ വന്നവരെ കയ്യാമം വെച്ചോണ്ട് പോയി. ഇല്ല, ഇത് അനീതിയാണ്. ഇത് സമ്മതിക്കാൻ പാടില്ല. കൊണ്ടിട്ടുകൊണ്ടേക്കുള്ളൂ. വീടുകളും പരിശോധിക്കൂ. കയ്യിൽ കിട്ടുന്നവരെല്ലാം ചോദ്യം ചെയ്യും. നഷ്ടപ്പെട്ട ആ തോക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. എന്തിനാ ഈ സാധുക്കളെ ഉപദ്രവിക്കുന്നത്? സാധുക്കളോ? പോലീസുകാരെ കൊന്നിട്ട് തോക്കുകൾ പിടിച്ചെടുത്തവരാണ്. സ്റ്റേഷനിലേക്ക് നമ്മൾ ഇവിടുന്ന് പോയതിനു ശേഷം ഈ ഗ്രാമത്തിന് എന്ത് സംഭവിച്ചു? ഐ ഡോണ്ട് നോ. വരൂ, നമുക്ക് ചാപ്പലിലേക്ക് പോവാം. എന്താ ഇതൊക്കെ? പോലീസിനെ പേടിച്ച് വന്നവരാണിച്ചോ ഇവരെല്ലാം? ചെമ്പുലിംഗത്തിന്റെ വീടിന് തീ വെച്ചു. അയാളുടെ സഹോദരിയും കുഞ്ഞിനെയും മാടമ്പി ചുട്ടുകരിച്ചു കൊന്നു. മൈ ഗോഡ്. മാടമ്പിയുടെ പക്ഷം ചേർന്ന് പോലീസ് ജംബുലിംഗത്തിനെയും പൊന്നയ്യനെയും പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾ എതിർത്തു. പോലീസ് വെടിവെച്ചു.
എല്ലാവരും പേടിച്ച് വീട് വിട്ട് ഓടിയിരിക്കുകയാണ് അച്ചു. നിങ്ങൾ സമാധാനമായിരിക്കൂ. ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കിയത്. സന്തോഷം നിറഞ്ഞ നിങ്ങളുടെ മുഖം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ പോയത്. അതിനിടയിൽ ഇത്ര വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഏതായാലും നിങ്ങൾ വീടുകളിലേക്ക് പോകും. ഇവിടെ നീതിയും സമാധാനവും സ്ഥാപിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ വരെ പോയിട്ട് വരാം. ബ്രദർ സ്റ്റീഫൻ, ഫാദർ, ഈ കുട്ടികളെ വിളിച്ചുകൊണ്ടുപോയി അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കും. യെസ് ഫാദർ. കമോൺ സിസ്റ്റർ. ഇൻസ്പെക്ടർ, ഇവരോടൊന്ന് സംസാരിക്കാൻ പോലും ഞങ്ങളെ അനുവദിക്കില്ലേ? ഇല്ല, പറയാനുള്ളത് എന്നോട് പറഞ്ഞാലും മതി. നിങ്ങളെ കൊണ്ട് മാത്രം പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇപ്പൊ ഗ്രാമത്തിൽ ഉണ്ടായിരിക്കുന്നത്. എല്ലാം എനിക്കറിയാം. നിങ്ങൾ ജനസേവനത്തിന് വന്നവരാണെങ്കിൽ അത് നോക്കിയാൽ മതി. നിയമം കൈകാര്യം ചെയ്യാൻ ഞങ്ങളുണ്ട്. നീതിക്കും സമാധാനത്തിനും വേണ്ടിയാണ് നിയമം കൈകാര്യം ചെയ്യേണ്ടതെന്ന കാര്യം നിങ്ങൾ മറന്നുപോയി. നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാനൊരു അറസ്റ്റ് ചെയ്തത്. നോ, ഒരു ധനികനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. ഇവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കറിയില്ല. നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഇവരെ അറിയാം. രാപകൽ പാടുപെട്ട് ജീവിക്കുന്ന പാവങ്ങളാണിവർ. അധ്വാനിക്കുന്നവരെ അടിച്ചമർത്താൻ നോക്കിയ ഒരു ശക്തിയും ലോകത്ത് നിലനിന്നിട്ടില്ലെന്ന് ഇൻസ്പെക്ടർ ഓർമ്മിക്കണം. നിങ്ങൾ എന്നെ കൂടുതൽ ശല്യപ്പെടുത്തിയാൽ ഞാൻ ഇന്ന് തന്നെ പൊളിറ്റിക്കൽ ഏജന്റിന് എഴുതും. ഭയപ്പെടുത്തണ്ട. ഞങ്ങൾ ചാരപ്രവർത്തനത്തിന് വന്നവരല്ല. സർക്കാരിന്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇവിടുത്തെ സാധുക്കളുടെ ഇടയിൽ സേവനത്തിന് വന്നിരിക്കുന്നത്. കമൺ ഫാദർ. അപ്പാ, തമ്മിലിനി കരയല്ല വേണ്ടത്. എന്റെ പെറ്റമ്മയുടെ നെഞ്ചു തുളച്ച തോക്കാണിത്. ഇവിടെ ഇടയനും കൊല്ലനും നാടാനും ഇനി രക്ഷ വേണമെങ്കിൽ ഇതുപോലെ ആയിരക്കണക്കിന് ആയുധങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. എന്താടാ, ഇന്ന് നമ്മുടെ ചന്തയിലോട്ട് ഒരു ഈച്ച പോലും കയറിയിട്ടില്ല. കാരണം നമ്മൾ അന്യായപ്പിരിവ് നടത്തണോണ്ട്. ഞാൻ പിടിച്ചിരിക്കുന്ന ചന്തയിൽ എന്റെ ഇഷ്ടം പോലെ പിരിക്കൂടാ. ആള് വരാതെ ഏത് കോനാച്ചിയോട് പിരിക്കാനാകുന്നേ? അടിയൻ പൂട്ടിയുടെ ഒരുത്തന്നെ ശുപാർശ വേണ്ടല്ലോ. ചന്ത പൂട്ടിയാല് നമ്മളെപ്പോലുള്ളവരൊക്കെ എങ്ങനെ ജീവിക്കാമെന്നേ? പോയി തെണ്ടടാ. നിന്റെ കഴിവുകളുണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത്. അങ്ങനെയാണ് കരുതിയിരിക്കണമെങ്കിൽ നമ്മളിപ്പോ തന്നെ പിരിച്ചുവിട്ടേര്. നിന്നെ ആരെങ്കിലും പിടിച്ചു കെട്ടിരിക്കുന്നോ? നീ നിന്റെ പോക്കിന് പോടാ. നമ്മൾ ജോലി ചെയ്ത പണം. പണമോ? കണക്ക് നോക്കിയാൽ നീ ഇങ്ങോട്ട് തരണം. അങ്ങനെ നമ്മുടെ ഉമ്മ കിടപ്പിലാണ്. മരുന്ന് വാങ്ങാൻ പോലും കയ്യിൽ പണമില്ല. അവള് ചാകണമടാ. ജമ്പുലിംഗത്തെ രക്ഷിക്കാൻ പോയിട്ടില്ലടാ. പോലീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അടികിട്ടിയത് ഒരു ചില്ലി കാശ് ഞാൻ തല്ലടാ. ചീരപ്പ, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. അവസാന പരീക്ഷണം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ മാടമ്പിയെ കാണാൻ പോകുന്നത്. പോത്തിന്റെ അടുത്ത് വേദം ഓതിട്ട് എന്താകൃതം? അച്ചോ, അച്ഛൻ പറയുന്ന നല്ല കാര്യങ്ങളൊന്നും ആ ചെകുത്താന്റെ തടിയെ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേച്ചോ, ഉപ്പളവും ചന്തയുമെല്ലാം പൂട്ടിയിട്ടതോടെ ഇവിടത്തെ പാവങ്ങളെല്ലാം വിഷമത്തിലാണ്. അവരൊക്കെ പട്ടിണി കിടന്ന് ചാകണമെന്നാണ് അയാളുടെ ആഗ്രഹം. വിശന്നു പൊരിയുന്ന കുഞ്ഞുങ്ങൾക്ക് താളം നഗരയും വേവിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ ഇവിടുത്തെ തള്ളമാര്. സിസ്റ്റർ, ഫോർഡ് ഫൗണ്ടേഷനിൽ നിന്ന് കുറച്ച് പാൽപ്പൊടിയും ഗോതമ്പും കിട്ടാൻ നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ? നല്ല കാര്യമാണ് ഫാദർ. ബ്രദർ സ്റ്റീഫൻ, നിങ്ങൾ ഇന്ന് തന്നെ തിരുവനന്തപുരത്ത് പോയി പൊളിറ്റിക്കൽ ഏജന്റിനെ കണ്ട് ഒരു അപേക്ഷ സമർപ്പിക്കണം. അനുവദിച്ചു കിട്ടിയാൽ സാധനങ്ങൾ ഇന്ന് തന്നെ കൊണ്ടുപോരണം. ആ, അച്ചോ, ഇവിടത്തെ മനുഷ്യർ ഭൂമിയോളം താണതുകൊണ്ടാണ് നാഞ്ചിനാട് വീണ്ടും ഒരു കൊലക്കളമായി മാറാത്തത്. ആ സത്യം മാർത്താണ്ഡ പിള്ളയുടെ കാല് പിടിച്ചെങ്കിലും ബോധ്യപ്പെടുത്താമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളിവിടെ വന്നപ്പോൾ ഒരു അനാഥ മന്ദിരം സ്ഥാപിച്ചു. നല്ലൊരു കാര്യത്തിനാണെന്ന് കരുതി ഞാനും സംഭാവന നൽകി. പക്ഷെ ഇന്ന് ആ സ്ഥാപനത്തിന്റെ മറപിടിച്ചുകൊണ്ട് നിങ്ങൾ എന്റെ ശത്രുക്കളെ സഹായിക്കുകയാണ്. എന്ത് നല്ല കാര്യത്തിനു വേണ്ടി അനാഥാലയം സ്ഥാപിച്ചു ആ കാര്യം മാത്രമേ ഇന്നും അവിടെ നടക്കുന്നുള്ളൂ. പിന്നെ ഗ്രാമത്തിലെ ഏർപ്പാടുകളെല്ലാം എന്നും എന്തിനവിടെ വരുന്നു? വിശന്നു വലയുന്ന അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്നാണ് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നത്. അവരോട് അല്പം കൂടി കാരുണ്യം കാണിക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ഒരു കാരുണ്യവും എന്നിൽ നിന്നും നിങ്ങൾ ഇനി പ്രതീക്ഷിക്കണ്ട. അമ്മേ, നിങ്ങളുമൊക്കെ സ്ത്രീകളല്ലേ. ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയെങ്കിലും കുറെ കൂടെ നീതി കാണിക്കാൻ ഇദ്ദേഹത്തിനോട് പറയണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജയനമ്മയ്ക്ക് അറിയാവല്ലോ. ഞാൻ പറഞ്ഞാൽ ഇവിടെ കേക്കില്ല. എന്റെ മണ്ണിൽ കിടന്നുകൊണ്ട് എനിക്ക് കുഴി തോണ്ടുന്നതിനൊന്നും ഞാൻ വെറുതെ വിടില്ലടി. പ്രത്യേകമായി ദൈവം ആർക്കും മണ്ണിനെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാവരും ഈ മണ്ണിൽ തന്നെ ജനിക്കുന്നു, ഈ മണ്ണിൽ തന്നെ ലയിക്കുന്നു. ജമ്പുലിംഗവും പൊന്നയ്യനും ചെയ്ത ആക്രമണങ്ങൾ അറിയാതെയാണ്
നിങ്ങൾ ഉപദേശത്തിന് വന്നിരിക്കുന്നത്? ഒടുവിൽ നിങ്ങളെ എല്ലാരും കൂടെ ചേർന്ന് നാട് കടത്താതിരുന്നാ മതി. ഏതോട്ടടി അവനെയൊക്കെ തീർത്ത് കെട്ടില്ലെങ്കിൽ ഞാൻ കോയിക്കൽ വലിയ വാർത്താണ്ട പിള്ളയല്ല. ജംബുലിംഗത്തെയും പൊന്നയിനെയും അറസ്റ്റ് ചെയ്തതോടെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നാണ് ഞാൻ കരുതിയത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ഒതുങ്ങണമെങ്കിൽ ആദ്യം ജയിനമ്മയെ നിലയ്ക്ക് നിർത്തണം. അതിനുവേണ്ടി ഞാൻ പൊളിറ്റിക്കൽ ഏജന്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുത്തുകൂത്ത് നടത്തിക്കൊണ്ടിരുന്നോ? അവന്മാരെ കൂട്ടത്തോടെ വന്ന് ജയിലും പൊളിച്ച് ഇവന്മാരെ ഇറക്കിക്കൊണ്ട് പോകും. അവർക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? പോലീസിനോട് അവർ ഏറ്റുമുട്ടിയില്ലേ? ഒരു തോക്ക് പിടിച്ചോണ്ട് പോയിട്ട് ഇതുവരെ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞോ? എന്നാൽ ജംബുലിംഗത്തെയും പൊന്നയിനെയും രഹസ്യമായിട്ട് ഞാൻ സുചീന്ദ്രൻ ജയിലിലേക്ക് മാറ്റാം. അതുകൊണ്ട് കാര്യമില്ല. പിന്നെ യവന്മാരെ വിലങ്ങും ചങ്ങലയും ഇട്ട് രാജപാത വഴി പട്ടാപ്പകൽ നടത്തിക്കൊണ്ടു പോകണം. ഗ്രാമത്തിലുള്ളവർ ആ കാഴ്ച കണ്ട് ഞെട്ടണം. ജംബുലിംഗത്തെ പൊന്നയിനെയും കയ്യാവും വെച്ച് തെരുവിലൂടെ നടത്തിക്കൊണ്ടു പോകാനാ തീരുമാനം. എങ്ങോട്ടാ മുത്തയെ കൊണ്ടുപോകുന്നത്? സുചീന്ദ്രത്തെ വലിയ ടാണാവിലേക്ക്. കാട്ടായി, കൊല്ലത്ത, ചിന്നമ്മ, ഓടിവായോ. ഓടിവാ. നിങ്ങൾ പോയി മുള അരച്ച് കലക്കി കലകളിലാക്കി വേഗം കൊണ്ടുവരണം. ജംബുലിംഗ് രക്ഷപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമോ? ദൈവാധീനം. ദൈവാധീനമോ? ഉത്തരവ്. കാന്താരി മുളക് അരച്ച് കണ്ണിൽ ഒഴിച്ചു എന്നാൽ ഏത് ലിംഗം പോയാലും കണ്ടുപിടിക്കാൻ ഒക്കില്ലേ മാൻ? ദൈവാധീനം കൊണ്ട് ആ കാര്യത്തിൽ രക്ഷപ്പെട്ടത് ഞാൻ മാത്രമേ ഉള്ളൂ ഏമാന്. എന്റെ വായിലോട്ട് ഒഴിച്ചു തന്നത് ആട്ടുംപുഴുക്ക് കലക്കിയതായിരുന്നു. അത് വീണ പാടെ ഞാൻ ഓടി. ഒന്നിർത്തോ. 2 ദിവസത്തിനകം ജംബുലിംഗത്തെയും പൊന്നയിനെയും പിടിച്ചില്ലെങ്കിൽ തൊപ്പി കാണുകയില്ലെന്ന ദിവാൻ പേഷ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തൊപ്പ് വന്നേ പോട്ടെ മാനെ, നമുക്കെന്താ? അദ്ദേഹത്തിന്റെ തൊപ്പിയല്ല, നമ്മുടെ തൊപ്പിയാ. ഉത്തരവ്. ഏമാൻ വിഷമിക്കണ്ട. ജംബുലിംഗത്തിന് പിടികിട്ടുന്നത് വരെ നമുക്ക് കൂട്ടത്തോടെ അവധിയെടുക്കാം. തനിക്ക് നാണുണ്ടോ പറയാൻ? നാണത്തിന്റെ കാര്യം മാത്രം ഈ ഗോപാലപിള്ളയോട് ചോദിക്കല്ലേ. എന്നെ പ്രസവിച്ചപ്പം ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് കണ്ടുപിടിക്കാൻ വയറ്റാറ്റ് വരെ വിഷമിച്ചേമാനെ. അതിപ്പോഴും കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യമില്ലേ? അതല്ലടോ, ഞാൻ ജനിച്ചതേ കോണൂരുത്തോട്ടാ. മതി മതി. ഉത്തരവ്. എടോ, അവന്മാരെ പിടിച്ചെടുത്ത തോക്കും അവനൊക്കെ തങ്ങിയിരിക്കുന്ന സ്ഥലവും ഉടനെ കണ്ടുപിടിക്കണം. അതിന് കഴിവില്ലെങ്കിൽ ഈ തൊപ്പിയിൽ വെച്ചിട്ട് വേറെ പണിക്ക് പോയിക്കോ. എടുത്തോ. പോ.